The Real FM 103.6. ശ്രദ്ധ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി ബഹിരാകാശ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭാംശു ശുക്ലയും സഹയാത്രികരായ 3 പേരുമാണ് ബുധനാഴ്ച യുഎസിലെ ഫ്ലോറിഡ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഇന്നലെ ബഹിരാകാശ നിലയത്തിലെത്തിയത്. ആക്സിയം 4 എന്ന ഈ ദൗത്യത്തിന്റെ ഭാഗമായി 14 ദിവസം ഇവർ ബഹിരാകാശ നിലയത്തിൽ കഴിയും. ദൗത്യത്തെക്കുറിച്ച് ISRO മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ PM സിദ്ധാർത്ഥൻ. 2025 ജൂൺ 26 രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് ആക്സിയം മിഷൻ 4 എന്ന പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 1984 വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ ഇന്റർ കോസ്മോസ് പ്രോഗ്രാമിൽ സാല്യൂട്ട് 7 സ്റ്റേഷനിൽ പോയി ഒരാഴ്ച താമസിച്ചിരുന്നു. 41 വർഷത്തിനു ശേഷമാണ് മറ്റൊരു ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്നത്. ആസ്ട്രോനോട്ട് ശുഭാംശു ശുക്ലയോടൊപ്പം നാസയുടെ പ്രഗത്ഭ ആസ്ട്രോനോട്ടായ പെഗ്ഗി വിറ്റ്സനും പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള 2 പ്രഥമ ബഹിരാകാശ യാത്രികരും ഉണ്ട്. ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ISRO നിർണയിച്ചിട്ടുള്ള 7 പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തും. ആക്സിയം 4 ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ നിലയമില്ല. മുൻപ് സോവിയറ്റ് യൂണിയന്റെ സാല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിലേക്കാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകത്ത് റഷ്യ, അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ചുരുക്കി പറഞ്ഞാൽ ISS-ഉം ചൈനയുടെ ടിയാൻഗോങ് 3 എന്ന ബഹിരാകാശ നിലയവും മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇന്ത്യക്ക് ഒരു മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാൻ വേണ്ട സംവിധാനവും ഇപ്പോഴില്ല. 2030 മുൻപായി ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ട ഗവേഷണ പദ്ധതികൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ ഗഗൻയാൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭാവിയിലെ ഗഗൻ നോട്ടുകളെ തയ്യാറാക്കുന്നതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര സഹായിക്കുമെന്ന് കരുതുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് മുതൽക്കൂട്ടാവുന്ന അസുലഭ അവസരമാണിത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ MC ദത്തൻ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് തുടങ്ങി ഏകദേശം 60 വർഷത്തോളം കടന്നിരിക്കുന്ന നമുക്ക് ഒരു മൈൽ സ്റ്റോൺ എന്ന പോലെ തികച്ചും അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഇപ്പോഴുള്ള പ്രോജക്റ്റുകളിൽ വെച്ച് ഏറ്റവും മുന്തിയ പ്രോജക്റ്റാണ് ഗഗൻയാൻ പ്രോജക്റ്റ്. ആ ഗഗൻയാൻ പ്രോജക്റ്റില് മനുഷ്യരെ പേടകത്തിലാക്കി ബഹിരാകാശത്ത് കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ ഓർബിറ്റ് ചെയ്തതിന് ശേഷം സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുക എന്നുള്ള ആ പ്രോഗ്രാം ഏകദേശം 15 വർഷത്തിലധികമായി നമ്മൾ തുടങ്ങിയിട്ട്. അതിന് ആദ്യത്തെ നമ്മുടെ കടമ്പ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹ്യൂമൻ മൊഡ്യൂൾ കൊണ്ടുപോകുന്ന തരത്തിൽ അത്രയും ഭാരം വഹിക്കാനുള്ള വാഹനം നമുക്ക് റെഡി ആയിരുന്നില്ല. പക്ഷെ GSLV Mark 3 എന്ന് പറയുന്ന ആ വാഹനം നമ്മൾ ഏകദേശം 2014 ക്വാളിഫൈ ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ഈ ഗഗൻയാൻ പരിപാടി നമ്മൾ മുതിരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് Mark 3 2 ഫ്ലൈറ്റ് ലോഞ്ചിങ് നമ്മൾ ചെയ്യും. 2027 കൂടിയാണ് ഇപ്പൊ ട്രെയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശുഭാംശു ശുക്ല അടക്കം ഉള്ള 4 പേരെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ 2-3 പേര് 27 പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ സംരംഭത്തിനെ സംബന്ധിച്ചിടത്തോളം ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയും ഈ എക്സ്പീരിയൻസും പരിശീലനവും എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും നല്ലൊരു ചാൻസ്. നമ്മുടെ മൊഡ്യൂൾ പോലെ തന്നെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ള ഒരു മൊഡ്യൂളിൽ പോകാനും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അകത്ത് ഡോക്ക് ചെയ്ത് അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗഗൻയാൻ നമ്മൾ 27 വിടാൻ ഉദ്ദേശിക്കുന്നതും ഏകദേശം 400-450 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ഓർബിറ്റിൽ 4, 5, 6 ദിവസം, മേ ബി മാക്സിമം ഒരാഴ്ച
ഓർബിറ്റ് ചെയ്തിട്ട് തിരിച്ച് സുരക്ഷിതമായിട്ട് ഇറക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇപ്പം. പക്ഷേ ഈ സംരംഭം തുടക്കമായി കഴിഞ്ഞാൽ വരുന്ന 5-10 വർഷത്തിനിടയിൽ നമുക്കും ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ നമ്മളെ മൊഡ്യൂൾ വിട്ട് നമ്മുടെ ആസ്ട്രോനോട്ടിനെ അതിൽ കൊണ്ടുപോയി ഡോക്ക് ചെയ്ത് അവരെയും കൂടി അതിൽ പ്രവേശിച്ച് 2-3 ആഴ്ച താമസിക്കത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഈ കഴിഞ്ഞ സമയത്ത് ഈ ഡോക്കിംഗ് എക്സ്പെരിമെന്റ് നടത്തിയത്. 2 ഉപഗ്രഹങ്ങൾ അടുത്തടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യതയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് യാതൊരു തകരാറും കൂടാണ്ട് തമ്മിൽ ഡോക്ക് ചെയ്യിച്ചു. ആ ഡോക്കിംഗ് പരീക്ഷണങ്ങൾ തയ്യാറാകണം. കൂടുതൽ ദിവസത്തേക്ക് താമസിക്കത്തക്ക രീതിയിൽ മൊഡ്യൂള് സുരക്ഷിതമായിട്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞാൽ വേണം നമുക്ക് പോകേണ്ടത്. പക്ഷെ അതിനൊക്കെ മുന്നേ ശുഭാംശു ശുക്ലയ്ക്ക് ഈ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിയാനും പഠിക്കാനും സാധിച്ചെന്നുള്ളത് ISROയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള ശാസ്ത്ര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ അഭിമാനകരമായ ഒരു നേട്ടവും നമ്മുടെ ഗവേഷണത്തിൽ ഒരുപാട് വിശ്വാസം വരും. 2 ആഴ്ച സമയം കൊണ്ട് ശുക്ലയ്ക്ക് ഇത് കംപ്ലീറ്റ് നോക്കി നടന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് പ്രവേശിക്കാനും അവിടെ കുറെ ദിവസം ചെലവഴിക്കാനും അവിടുത്തെ കാര്യങ്ങളും അതിന്റെ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ സാധിച്ചതുമൊക്കെ വളരെ മികച്ച ഒരു നേട്ടമാണ് ISROയ്ക്കും ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ശാസ്ത്ര സമൂഹത്തിനും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നടന്നിരിക്കുന്നത്. ദേശത്തിന്റെ പാരമ്പര്യം പേറുന്ന ഭക്ഷ്യവസ്തുക്കളും ഓരോരുത്തരും പേടകത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത 5 വിത്തിനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടും. വെള്ളായണി കാർഷിക കോളേജ് പ്ലാന്റ് ഫിസിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സീഡ് സയൻസ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ R. ബീന. ബഹിരാകാശത്തിൽ മൈക്രോഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് വിത്തിനങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ള സ്റ്റഡിയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് കേരള കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തെടുത്ത 6 വിത്തിനങ്ങളാണ് നമ്മൾ സ്പേസിലേക്ക് കൊടുത്തിട്ടുള്ളത്. നെല്ലിന്റെ 2 ഇനങ്ങള്, ഉമാ ജ്യോതി, തക്കാളിയുടെ വെള്ളായണി വിജയ്, വഴുതന സൂര്യ, സെസാമം, എള്ള് തിലധാര എന്നിനവും പയറ് കനകമണി, ഈ 6 വിത്തിനങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം മൈക്രോഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം തിരിച്ച് 14 ദിവസത്തെ അവരുടെ ഈ സ്റ്റഡി കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളത് കാർഷിക സർവകലാശാലയിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇതിന് സീഡില് മൈക്രോഗ്രാവിറ്റി ഡിഫക്റ്റ് വെച്ചിട്ട് ഇതിന്റെ വളർച്ചയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഈൽഡ് റിലേറ്റഡ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ആരംഭിച്ചിട്ടുള്ളത്. വിത്തിനങ്ങൾ ബഹിരാകാശത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സ്റ്റഡി ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഭക്ഷ്യവിത്തിനങ്ങളിൽ ഇങ്ങനെ ഒരു സ്റ്റഡി ചെയ്യുന്നത്. ചൈനയിലെ കുറച്ച് സ്റ്റഡീസ് ലിറ്ററേച്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡിയിലേക്ക് തുടക്കം കുറിച്ചത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം സ്വന്തം നിലയ്ക്ക് യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഈ ദൗത്യത്തിന്റെ ഫലപ്രാപ്തിക്ക് ഇനി 2 വർഷം കൂടി കാത്തിരുന്നാൽ മതിയാവും എന്നാണ് പറയപ്പെടുന്നത്. സമീപ ഭാവിയിലെ ബഹിരാകാശ ഗവേഷണ കുതിപ്പിന് ഊർജം പകരുന്നതാണ് ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.